എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കേക്കാണ്, മുന്തിരി ചേർത്തിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കപ്പ് മുന്തിരി ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് ഒരു 5 മിനിറ്റ് മതി വെന്ത് വരാനായിട്ട്. ഇത് തൊലികളൊക്കെ ഇതിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ ഇത് കറക്റ്റ് വേവായി. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് 3 തവണയായിട്ട് അരിച്ചെടുക്കാമെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 തവണ അരിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ മുന്തിരി പൾപ്പിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി പരുവാവുന്നവരെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കുറേശ്ശായിട്ട് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. അതൊരു ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്.
അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുന്തിരിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ കേക്കിലേക്ക് ചേർത്തതിൻ്റെ ബാക്കിയാണ്. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെക്കണ്ട, താഴെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ക്രീമിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ലൂസാവാതെ കിട്ടും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 ലെയറും ആക്കി കൊടുക്കാം. അതിനുശേഷം സൈഡിൽ ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി നമ്മുടെ മുന്തിരിയുടെ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കേക്കിനകത്തും കളർ ചേർത്ത് കൊടുക്കാം, ക്രീമിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സൈഡിലും ഒന്ന് ഫിനിഷിംഗ് ആക്കി കൊടുക്കുന്നുണ്ട്, മുകൾ ഭാഗത്തൊന്ന് ഫിനിഷിംഗ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യണം. തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ആ ഒരു കളറിലും മുകളിൽ വൈറ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കേക്കിൽ നിന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള ആ കേക്കിൻ്റെ പൊടി ഇതുപോലുള്ള ഒരു സ്പൂണിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ഇത് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുന്തിരിക്കുലയുടെ ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇലയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഫോണ്ടൻറ്റും ഉണ്ട്. ഇതിന് ബാക്കിയും കൂടി ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൽ ക്രീം ആ മുന്തിരിയുടെ പൾപ്പ് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ട്.